നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. രാഹുകാലത്തെക്കുറിച്ച് നമുക്കറിയാവുന്നത് രാഹുകാലത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത്, ആ സമയം ഒഴിവാക്കണം എന്ന സങ്കല്പത്തിൽ നമ്മൾ കൃത്യമായിട്ട് കലണ്ടറിൽ നോക്കിയിട്ട് രാഹുകാലം ഈ സമയത്താണ്, അതൊന്നും വേറെ കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ രാഹുകാലത്തിൽ നമ്മൾ ആ കണക്ക് കൂട്ടുന്ന രീതിക്ക് ചെറിയ വ്യത്യാസങ്ങൾ ദിനമാനം അനുസരിച്ചായാലും ഉദയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായാലും വ്യത്യാസം വരും. അത് ഈ 14 ജില്ലകൾ, നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിൽ തന്നെ ഉദയത്തിന് 1-2 മിനിറ്റൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ദിനമാനം അനുസരിച്ച് നോക്കുവാണെങ്കിലും ഈ 1.5 മണിക്കൂർ രാഹുകാലം എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് സമയം മുന്നോട്ട് പോവാം, ചിലപ്പോൾ അത് 1.5 മണിക്കൂർ ഉണ്ടാവില്ല, അതിൽ കുറവായിരിക്കും ഉണ്ടാവുക. അത് ഓരോ ദിവസവും അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താലേ ആ കൃത്യമായ രാഹുകാലം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പൊതുവിൽ ഇന്ത്യക്ക് പുറത്തോട്ട് നമ്മൾ ഈ കലണ്ടറും കൊണ്ട് പോകുമ്പോൾ അതാണ് സമയം എന്ന് വിചാരിച്ച് ആ കാൽക്കുലേഷൻ തെറ്റിപ്പോവാറുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് ഒരു ജ്യോതിഷിയോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം, യാത്രയ്ക്ക് രാഹുകാലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രാഹുകാല സമയത്ത് യാത്ര തുടങ്ങരുത് എന്ന് പറയാറുണ്ട്. ബാക്കി എല്ലാ മുഹൂർത്തത്തിനും രാഹുകാലം വർജ്യമല്ല. അത് ഓരോ കാര്യത്തിനും അത് പ്രത്യേകമായി ആചാര്യന്മാർക്ക് ചോദിച്ചിട്ട് മാത്രമേ തീരുമാനമെടുക്കാവൂ. നമ്മളുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പല തെറ്റുകളും നമ്മൾ ആവർത്തിക്കുന്നുണ്ട്.